തന്നെയല്ലേ? നല്ല സമ്മേളനം വളരെ ഉഷാറായിരുന്നല്ലേ? ഞാൻ കണ്ടിരുന്നു പരിപാടി. പിന്നെ നല്ല ആളുണ്ടായിരുന്നല്ലേ? ശരിയാ. പിന്നെ ഉസ്താദ് നമ്മുടെ ഈ ആലുവ തുരീഖത്ത് ഇല്ലേ? ആലുവ തുരീഖത്തില്ലേ? അതൊക്കെ നമ്മൾ ഈ പുത്തൻവാദികളെ അത് ലിസ്റ്റിൽ പെടുത്താൻ പറ്റിയ ആളുകളുണ്ടല്ലേ? പിന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ മാതിരി തന്നെയല്ലേ? ഉസ്താദ് കേൾക്കുന്നില്ല പറയുന്നേ? ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ അതുപോലെ തന്നെ പിന്നെ മുജാഹിദിന്റെ ആളുകൾക്കൊക്കെ നമ്മള് സലാം ചെല്ലാനും നടക്കാനും നമുക്ക് പാടില്ലല്ലോ ഉസ്താദേ? അല്ല ഇപ്പൊ ഈ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ഇപ്പോ പല മുസ്ലിം ഐക്യം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പറയുന്നുണ്ടല്ലോ. അപ്പൊ അവരായിട്ട് ഒരു സഹകരണം അപ്പൊ ഒരു നിലക്കുള്ള സഹകരണം പറ്റൂല. ഓലെ നമ്മള് കല്യാണത്തിന് വിളിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെയാ? അപ്പൊ അതില് ഉസ്താദ് നമ്മള് പിന്നെ സമസ്തന്റെ ലക്ഷ്യം തന്നെ ഇത്തരം ആളുകൾ എതിർക്കലല്ലേ ഉസ്താദേ? സമസ്തന്റെ ലക്ഷ്യം തന്നെ ഇത്തരം ആളുകളെ എതിർക്കലല്ലേ? അപ്പൊ ഉസ്താദ് പക്ഷെ ഉസ്താദ് തന്നെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഉസ്താദ് തന്നെ സമസ്തന്റെ പിന്നെ സമ്മേളന നഗരിയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാർക്ക് സ്വീകരണം നൽകിയ ഉസ്താദ് അറിഞ്ഞിരുന്നോ? ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാര് അവിടെ അവരെ ബുക്ക് സ്റ്റാളിന് പിന്നെ അവരെ പുസ്തകങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരു സൗകര്യം ഇന്നലെ അവിടെ ചെയ്തു കൊടുത്തു എന്നറിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ മുഹമ്മദ് ഫൈസി ഉണ്ടല്ലോ, മുഹമ്മദ് ഫൈസി അതുപോലെ പിന്നെ പെണങ്ങോട് അബൂക്കർ സാഹിബില്ലേ, അവരൊക്കെ കൂടിയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാർക്ക് ഇന്നലെ അവിടെ സ്വീകരണം കൊടുത്തത്. അത് മാധ്യമ പത്രത്തിൽ വരികയും ചെയ്തു ഉസ്താദെ. അപ്പോ പിന്നെ ഞാൻ ഓഫീസിൽ വിളിച്ചിരുന്നു സമസ്തന്റെ. അപ്പൊ ഓല് പറഞ്ഞ് പത്രക്കാര് കളവ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പൊ പത്ര ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോ ഓല് പറയുന്ന അതിന്റെ ഫോട്ടോസ് അതിലുണ്ട്. അപ്പൊ ആദ്യം വിളിച്ച് ചോദിച്ചിരുന്നു പോലെ നമ്മള് വന്നോട്ടേന്ന്. അപ്പൊ വന്നോട്ടേന്ന് വെച്ചപ്പോ വരുന്നതിന് യാതൊരു കുഴപ്പമില്ല, ഒരു തടസ്സമില്ലാതെ ഒന്ന് വർത്താണ് വന്നതെന്ന് പറഞ്ഞു. അതൊന്നൊക്കെ പറഞ്ഞ കാര്യം മനസ്സിലായി. അത് പലവരും പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് കരുതാൻ കഴിയും. സമസ്തനെ പറയിപ്പിക്കാൻ ഇവര് ചെയ്യുന്നത് ശരിയാ. ആദ്യം ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഒക്കെ ബിദ്അത്തിന്റെ അഹ്ലുകാരാണെന്നും അവർക്ക് സലാം ചൊല്ലാൻ പാടില്ലെന്നും അതിനുശേഷം ഇപ്പൊ ഒരു ഐക്യത്തെ പറ്റി കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ കേട്ടു. എന്ത് ഐക്യം? അങ്ങനെ ഒരു ഐക്യോ? ഏത് പിന്നെ ബിദ്അത്തിന്റെ അഹ്ലുകാരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഐക്യോ? അങ്ങനെ ഒരു ഐക്യം ഇല്ല എന്ന് ഇപ്പോൾ ഉള്ള നിഷ്കളങ്കനായ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാവരും കേട്ടല്ലേ? അതിലിപ്പോ ആർക്കും സംശയമൊന്നുമില്ലല്ലോ, ആർക്കും സംശയമൊന്നുമില്ല. ഏതായാലും അവസാന ഭാഗം പാവപ്പെട്ട ഉസ്താദ് അറിഞ്ഞിരുന്നില്ല. കാരണം ഉസ്താദിനെ അവർ അറിയിക്കൂലല്ലോ. കാരണം ഈ ബിദ്അത്തിന്റെ അഹ്ലുകാരെ കൂട്ടിയിട്ടാണ് നമ്മളെ പരിപാടിന്ന് പ്രസിഡന്റിനെ അറിയിച്ചാ പിന്നെ പ്രസിഡന്റ് തന്നെ ഇങ്ങേപ്പറങ്ങ് പോന്നാ പിന്നെ കഥ കഴിഞ്ഞില്ലേ? പണ്ട് അസീരി തങ്ങൾ പോന്ന പോലെ, അസീരി തങ്ങൾ വിട്ടുപോന്ന പോലെ ഇങ്ങ് ഇറങ്ങി വന്നാ പിന്നെ ആകെ ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് പ്രസിഡന്റിനെ അറിയിപ്പിക്കാതെ ഉള്ള പരിപാടിയാണ്. ഇനി ഈ വിഷയം നമ്മുടെ ജനറൽ സെക്രട്ടറി സംസാരിക്കട്ടെ. ചെറുശ്ശേരി ഉസ്താദിന്റെ ക്ലിപ്പ് ഒന്നിട്ട് കേൾപ്പിച്ചു കൊടുക്കുക, അതിന്റെ ശേഷം ബാക്കി പറയാം. ഉസ്താദ് ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് ജിഷാൻ എന്നാണ്. ജിഷാൻ എന്നാണ് പേര്. ഞാൻ വിളിച്ചത് ഉസ്താദ് സമ്മേളന ഭാഗത്ത് ഞാനത് കേട്ടിരുന്നു നെറ്റിലൂടെ. വളരെ റാഹത്തായിട്ട് കഴിഞ്ഞല്ലോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഉസ്താദ് ജമാഅത്ത് ഇസ്ലാമിനെ ശക്തമായിട്ട് പറയുന്നൊക്കെ കേട്ടു. അതേസമയത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാര് വന്നപ്പോ അവർക്ക് സമസ്ത നഗരിയിൽ സ്വീകരണം കൊടുത്തു എന്ന് പറഞ്ഞ സമസ്ത നേതാക്കന്മാര് പിണങ്ങോട് അബൂക്കർ മൈലാര് കൊടുത്തു എന്ന് പറഞ്ഞേ.
അതല്ല, മൂപ്പര് പറഞ്ഞ ചായ കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറയുന്നേ. വിശദീകരണം എന്തൊക്കെ കൊടുത്തത്? അല്ല, അത് ശരിയാണോ ഉസ്താദ്? നടപടി അതുകൊണ്ട് ചോദിച്ചാ. അത് ചോദിച്ചാൽ അല്ല, മൂപ്പര് ഓഫീസിൽ വന്നപ്പോ ഇരുത്തിയിൽ ചായ കൊടുത്തില്ലെന്ന് മൂപ്പരും പറയുന്നുണ്ട്. എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഉസ്താദിന് യോജിക്കുന്നുണ്ടോ നിൽക്കുക? ഉസ്താദിനെ ശക്തമായി എതിർത്തല്ല. ജമാഅത്ത് ഇസ്ലാമിനെ ഇരുത്തിയിട്ട് തക്കരിച്ച വിവരം സെക്രട്ടറി അറിയില്ല, പ്രസിഡന്റും അറിയില്ല. ഇനിയിപ്പോ അടുത്ത ആള് വരട്ടെ, നമ്മുടെ ജമാഅത്ത് മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിക്കും സലാം ചൊല്ലിയാൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന നമ്മുടെ റഹ്മാൻ ഫൈസി, അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പം ഉരുണ്ട് കളിക്കുന്ന കണ്ടോളി. റെസ്റ്റിലായിരിക്കല്ലേ? കിടക്കുക കിടക്കുകയാണോ നിൽക്കുക? അല്ലല്ല, പരിപാടിയിൽ വളരെ ഉഷാറായി അല്ലേ? ഞാൻ ജിഷാന. പിന്നെ ഉസ്താദേ, ഇന്നലെ പത്രത്തില് മാധ്യമത്തില് റിപ്പോർട്ട് കണ്ടല്ലോ, അത് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ. അതിനെ ഞാൻ പറഞ്ഞല്ലോ, ജിഷാന പറഞ്ഞല്ലോ. ഇപ്പൊ പത്രത്തിൽ ഉസ്താദ് റിപ്പോർട്ട് ഉണ്ടല്ലോ മാധ്യമത്തില്. എന്താ എല്ലാവിടെ സമ്മേളനം അല്ല, അവര് പറഞ്ഞു ഉള്ളതിനെ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു. അല്ല, മാധ്യമത്തിലേക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ ഇല്ലാത്ത കൊടുക്കുമല്ലോ. ഓരതിന്റെ ആൾക്കാരല്ലേ, ഓരോ ഓരല്ലേ പറയണ്ടേ? അല്ല, അവര് പോയി എന്നാ പറഞ്ഞത്. വേണ്ട സമ്മേളന അതിരിയിൽ വന്നപ്പോ സ്വീകരിച്ചു എന്നാണല്ലോ പറയുന്നേ. പിന്നെ അവര് പറഞ്ഞാൽ മതിയല്ലോ, ഓരോട് കൂട്ടോ. ഓക്കെ, ഒരു വന്നിട്ടില്ല. അപ്പൊ മൂപ്പർക്ക് കാര്യം റഹ്മാൻ ഫൈസിക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങളുടെ കിടപ്പറിയാം. അതിനുശേഷം എന്ത് ചെയ്തു? അടുത്ത നിങ്ങൾ കേൾക്കാൻ പോകുന്ന സമസ്ത ഓഫീസിലേക്ക് വിളിച്ചപ്പോ, ഓഫീസല്ലേ, സംസ്ഥാന ഓഫീസിലേനാ? അതെ, റാഹത്ത് തന്നെയാ? റാഹത്ത് തന്നെയല്ലേ? മനസ്സിലായിട്ടോ? ഞാൻ ഗൾഫിൽ നിന്ന് വിളിക്കാണ്. ഞാൻ പരിപാടിയൊക്കെ ഇന്നലെ കണ്ടിരുന്നു, വളരെ ഉഷാറായിരുന്നു, അൽഹംദുലില്ലാ. പിന്നെ വേറെ ഒരു ന്യൂസ് അതിന്റെ അടുത്ത് ഉസ്താദ് ഇങ്ങനെ പത്രത്തിൽ കാണുകയും ചെയ്തു. അപ്പൊ അതിന്റെ വിവരം ഒന്ന് അന്വേഷിക്കേണ്ടിട്ട. കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. ഞാൻ ഇന്നലെ സുഖമില്ലാത്തോണ്ട് പരിപാടി നേരിൽ കണ്ടിട്ടില്ല. അല്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാര് സമ്മേളനത്തിന് എത്തി എന്നുള്ളത് ഇങ്ങനെ സമ്മേളനം അങ്ങനെ ആരോ കണ്ടു പറഞ്ഞോ? കരഞ്ഞൊന്നും കേട്ടോ തന്നെ? ഏത്? അല്ല, നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ എന്തൊരു സംശയത്തിന്റെ വാർത്തയാണ് കേട്ടതെന്ന് പറയാം. എനിക്ക് ക്ലിയർ പറയാറില്ല. ക്ലിയർ പറയുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ ഇവിടെ പുസ്തകന്മാർ വരുമല്ല, യുക്തിസാക്ഷി വരാണ്ട്. അത് ശരിയാ. കുറച്ചിട്ട് വിളിക്കുന്നതാണ്. ഞാൻ നമ്പർ തരാമെങ്കിൽ വിളിച്ചോളൂ. നമ്പർ തരാം. എത്ര നമ്പർ? നമ്മളെ ഇക്ബാലിന് വിളിച്ചാൽ ഞാൻ അതിന്റെ റിപ്പോർട്ടറായിരുന്നു അവിടെ. 98 95 68 66 36 ഓക്കെ, ഇൻഷാല്ലാ. ഇക്ബാലിന്റെ പേര് കേട്ടോ? ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, ഇക്ബാൽ. ഓക്കെ, ശരി. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇക്ബാൽ സാഹിബല്ലേ? അതെ. ഇന്നലെ പരിപാടിയൊക്കെ കുറെ ലേറ്റ് ആയതുകൊണ്ട് ഉറങ്ങിപ്പോയോ എന്നുള്ളൊരു സംശയം ഉണ്ട്. ഞാൻ വെച്ച് ഈ കാലത്ത് ഉറങ്ങുന്നുള്ളൊരു സംശയം. പിന്നെ പരിപാടിയെല്ലാം വളരെ ഉഷാറായി, നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ ഇന്നലെ കുറെ കേട്ടിരുന്നു, നെറ്റിൽ കേട്ടിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇവിടുത്തെ ഗൾഫ് എഡിഷൻ മാധ്യമത്തിലൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ പുസ്തകം നിങ്ങളോട് തന്നെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ അവിടെ സമ്മേളന ഏരിയയിലുള്ള ആളാണ്, അപ്പൊ നിങ്ങളുടെ അടുത്ത് കൂടുതൽ വിവരമുണ്ടെന്ന്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ ആരൊക്കെയാണ് ഇരുന്ന് വന്നത് എന്നല്ലേ? ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നെ നേതാക്കന്മാര് സമ്മേളന ഏരിയ സന്ദർശിച്ചു, പിന്നെ സ്വീകരിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ഒരു കുറെ പേരുണ്ടായിരുന്നു. എത്ര ആൾക്കാരുണ്ടായിരുന്നവര്? എനിക്കറിയില്ല. ഞാൻ ആരൊക്കെയാണെന്നുള്ള എനിക്കറിയില്ല. ആരൊക്കെയാ വന്നെന്നുള്ള എന്ത് കിട്ടാനുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട് അവരെ?
അവരാരൊക്കെയാ? നേതാക്കന്മാരോട് ചോദിക്കണം. അത് ശരി. എങ്ങനെ പകലാണോ അല്ലെങ്കിൽ രാത്രി പരിപാടിയിലാ? ഞാൻ ഓഫീസ് പോയിട്ട് വരുന്നുണ്ട്. ഞാൻ പൂർണ്ണമായി ഈ റിപ്പോർട്ടുകൾ അറിയില്ലേ? ഈ റിപ്പോർട്ടുകൾ അറിയില്ല? അറിയാം. ആരെ വിശദമായിട്ട് അറിയും. അല്ല, പത്ര റിപ്പോർട്ടാണ് ഞാൻ എന്നോട് ഒരു പത്ര റിപ്പോർട്ടാണ് പറയുന്നത്. ചോദിച്ചത് ഇങ്ങനെ പത്രത്തിലുള്ള നമുക്ക് പറയാൻ കഴിയുമോ? അല്ല, സാധാരണക്കാർ ഇങ്ങനെ ചോദിക്കുന്നില്ല. കാരണം വെച്ചാൽ സമസ്തന്റെ സമ്മേളനത്തിന് ജമാഅത്ത് ഇസ്ലാമിക്കാർ പോയി സ്വീകരിച്ചു. പല പോവാനിപ്പോ ആർക്കും വരാ, ഇപ്പം പിടിച്ചു വെക്കാൻ കഴിയില്ല. അപ്പൊ സ്വീകരിച്ചു എന്നുള്ള ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഇപ്പൊ അറിയില്ല, എനിക്കറിയില്ല. നേതാക്കന്മാരോട് ചോദിച്ചു നോക്കും. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകൾ സമസ്തന്റെ സമ്മേളനത്തിനോ അങ്ങനെ സംഭവിക്കോ? മുപ്പര് ചോദിക്കാണ്. അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് ഏതായാലും അതും കൂടി നിങ്ങൾ കേട്ടോ. അതിനുശേഷം വരുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ദാറുൽ ഹുദയിലെ സ്ഥാപനത്തിൽ നമ്മളെ ബഹാവുദ്ദീൻ കൂരിയാട് സാഹിബിന്റെ സ്ഥാപനമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെയും ഈ സ്ഥാപനം 85-ാം വർഷത്തിൽ അദ്ദേഹത്തിനെ ഒഴിച്ചു നിർത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ കൂടി ഉൾക്കൊള്ളിച്ചതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ എന്ന് പറയുന്നത് വ്യക്തമായി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഒരു അത്ഭുതത്തോടെ ഇരിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കാർ സമസ്തന്റെ സമ്മേളനത്തിലോ അങ്ങനെ സംഭവിക്കുമോ? ദാറുൽ ഹുദ അല്ലേ? എന്തല്ലോ ഉസ്താദ്, റാഹത്ത് തന്നെയാ? റാഹത്ത് തന്നെയാന്ന് വെച്ചാ പിന്നെ സമ്മേളനം എല്ലാം ഉസ്താദ് പോയില്ല? ഇന്നലെ ഉഷാറായിട്ട് കഴിഞ്ഞല്ലേ? ഉസ്താദ്, ഇവിടെ ഞാൻ ഗൾഫിൽ നിന്ന് വിളിക്കാണ്. ഇവിടെ പത്രത്തിൽ ഇന്നലെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. മാധ്യമ പത്രത്തില് സമ്മേളനത്തിന് പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാരൊക്കെ വന്ന് നമ്മളെ നേതാക്കന്മാരൊക്കെ സ്വീകരിച്ചു എന്നിങ്ങനെ ഉള്ള റിപ്പോർട്ട് കണ്ടു. എന്താണ് അതിന്റെ അവസ്ഥ? അസ്സലാമലൈക്കും. ഇന്നലെ മാധ്യമത്തില് റിപ്പോർട്ട് കണ്ടിരുന്നു. ഇങ്ങനെ പിന്നെ സമ്മേളന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാരൊക്കെ വന്നിരുന്നു എന്നൊക്കെയുള്ള. അപ്പൊ അവരെ സ്വീകരിച്ചു എന്നൊക്കെ കണ്ടു. അപ്പൊ എന്താണ് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ചോദിച്ച? മാധ്യമത്തില് എന്താ സത്യാവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഒരാരും വന്നിട്ടില്ല? ഒരാരും വന്നിട്ടില്ല? സമ്മേളനത്തിന് ശരി. അതല്ലോ. അപ്പൊ വിളിച്ചപ്പോ ഭയങ്കര അത്ഭുതം. അപ്പൊ അവിടെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിലും വിളിച്ചു നോക്കി. അപ്പൊ ഓല് പോയ ആളുകളെ പേരിങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഇന്ന ആളാണ് പോയത്, അസിസ്റ്റന്റ് അമീറാണ് പോയത്, ഇത് സ്വീകരിച്ചു, ഒരു സൗഹൃദ പിന്നെ ചർച്ച പിന്നെ സന്ദർശനായിരുന്നു എന്നൊക്കെ അവരും പറയുന്നുണ്ട്. ഇവരെ കേട്ട ഭാഗങ്ങള് ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാകുന്ന വിഷയം, അത് പോയോ പോയില്ലേ എന്നുള്ളതിൽ ഒരു ചെറിയ കൺഫ്യൂഷനാണ് ഈ സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിലുള്ള. ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകൾ വന്നോ വന്നില്ലേ? ഇനിയിപ്പോ വന്നോ എന്ന് ഉറപ്പിക്കാണ്. മുജീബ് ഫൈസി പൂരോട് അദ്ദേഹം പറയുന്നത് കേൾക്കുക, അവിടെ വന്നതേ ഉള്ളൂ, ഞങ്ങള് അവരെ സൽക്കരിച്ചിട്ടില്ല, അത് അവിടെ പല ആളുകളും വന്നിട്ടുണ്ട്, അക്കൂട്ടത്തിൽ വന്നതാണ് എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കും. നിങ്ങൾ കേട്ടോളൂ. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അവര് വന്ന ആള് ചായയാണോ കുടിച്ചത് കട്ടൻ കാപ്പിയാണോ കുടിച്ചതെന്ന് ഇവരെ നേതാവിന്റെ നാവ് കൊണ്ട് തന്നെ പറയിപ്പിച്ചുതരാം. ഫൈസിസ്റ്റല്ലേ? വിളിക്കുന്നത് ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇപ്പൊ വിളിച്ച ശേഷം സമ്മേളനമൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞല്ലേ ഇന്നല്ലേ? സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാര് വന്നപ്പോ സ്വീകരണം കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് കണ്ട് പത്രത്തില്. സ്വീകരണം നൽകിയതാണ് സന്ദർശിച്ചു. ഏത് സ്വീകരണം നൽകിയതല്ല സന്ദർശിച്ചു? എന്തെന്നാ റിപ്പോർട്ടുള്ളത്? അല്ല,
അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ വന്നു, അങ്ങനെ അവരെ സ്വീകരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ട് തന്നെ ഉള്ളത്. സന്ദർശിച്ചു എന്തെന്ന റിപ്പോർട്ടുള്ളത്? അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ വന്നു. ഏത് സ്വീകരണം നൽകിയെന്നല്ലേ സന്ദർശിച്ചു എന്തെന്ന റിപ്പോർട്ടുള്ളത്? അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ വന്നു, അങ്ങനെ അവരെ സ്വീകരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ട് തന്നെ ഉള്ളത്. സ്വീകരിച്ചത് സന്ദർശിച്ചു എന്തെന്നുള്ള റിപ്പോർട്ട്? സന്ദർശിക്കാതെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ ഉസ്താദെ. സന്ദർശിക്കാതെ സ്വീകരിക്കാൻ പറ്റൂലല്ലോ. പലരും നോക്കിയിട്ടുണ്ട്, കുറെ എപ്പിക്കാർ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്, മുജാഹിദ് വന്നിട്ടുണ്ട്. അല്ല, എപിക്കാരെ മുജാഹിദികളെ സ്വീകരിച്ച റിപ്പോർട്ട് കാണുന്നില്ല. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിനെ സ്വീകരിച്ചു എന്ന് റിപ്പോർട്ട് കണ്ട് കൊണ്ടുവച്ചാ. അതെ, അത് അവരെല്ലാം എഴുതിപ്പെടുത്തിയില്ലല്ലോ. ഏത് സ്വീകരിച്ച റിപ്പോർട്ട് ഉണ്ടാകുന്ന ചോദിച്ചു, അതിനെ സന്ദർശിച്ച നന്ദുന്ന റിപ്പോർട്ട്. അല്ല, റിപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോ കിട്ടിയ റിപ്പോർട്ട് വെച്ചാല് പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാർ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് അവര് വന്നതെന്നാണ് പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിനെ സ്വീകരിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഔട്ട് ചെയ്തിരിക്കണോ? അല്ല, നിങ്ങൾ ഔട്ട് ചെയ്തത് മാധ്യമം അവരെ സന്ദർശിച്ചിട്ടുണ്ട്. അതാണ് റിപ്പോർട്ട്. അത് സന്ദർശിച്ചപ്പോ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? എങ്ങനെ? അവര് സന്ദർശിച്ചപ്പോ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അവര് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുന്ന് തണ്ണി മൊത്തം അടക്കം കുടിച്ചിട്ടാണ്, വെള്ളം അടക്കം ചായയും ഒക്കെ കുടിച്ചിട്ടാണ് പോയെന്ന് പറഞ്ഞല്ലോ. ഏത്? അല്ല, അത് ചെയ്ത് ശരിയാണെങ്കിൽ ശരി. സംഗതി ഇപ്പൊ സന്ദർശിച്ചു എന്നായി. അപ്പൊ സ്വീകരിച്ചിട്ടില്ല, അത് പത്രക്കാർ എഴുതിയെന്നാണ് ഇപ്പൊ പറഞ്ഞത്. എല്ലാവർക്കും ശരിക്കും കേട്ടോളെ. ഈ ഫൈസി ഇപ്പൊ പറഞ്ഞത് അവിടെ വന്നു, ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇനിയിപ്പൊ മറ്റേ പറട്ടെ, മൂപ്പർക്ക് കൊടുത്തത് കട്ടൻ ചായയാണോ ചായയാണോ എന്നൊക്കെ ഇവരെ പിണങ്ങോട് സാഹിബ് പറയും, നിങ്ങൾ കേൾക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ പോയപ്പോ എന്തൊക്കെ നടന്നതെന്ന് അവിടെ പോയ നേതാക്കന്മാരെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറയിപ്പിക്കുന്നുണ്ട്. എന്തല്ലേ പിണങ്ങോട് സസ്വം തന്നെയല്ലേ? ഇന്നലെ സമ്മേളനം ഭാഗത്തായിട്ട് കഴിഞ്ഞല്ലേ? അൽഹംദുലില്ലാ. പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് പത്രത്തിൽ ഇങ്ങനെ കണ്ടു. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിന്റെ സംഘം വന്നപ്പോ അവർക്ക് സ്വീകരണം കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് കണ്ടു. ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വീകരണം കൊടുത്തല്ലോ. ജമാഅത്ത് ഇസ്ലാം നമ്മൾ ചായത്തിന്റെ ആവശ്യത്തിലേക്ക് വന്നത് അവരിക്കാൻ നമുക്ക് ചായത്തെ സ്വീകരണം പറയാം. എങ്ങനെ മനസ്സിലായില്ല? നിങ്ങൾ ജമാഅത്ത് ഇസ്ലാം തിരഞ്ഞു കേട്ടോ. ഹലോ, മനസ്സിലായില്ല. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാം തിരഞ്ഞു കേട്ടോ. ഹലോ, അപ്പൊ അവർക്ക് സ്വീകരണം കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് കണ്ടു. ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വീകരണം കൊടുത്തല്ലോ. ജമാഅത്ത് ഇസ്ലാം നമ്മൾ ചായത്തിന്റെ ആവശ്യത്തിലേക്ക് വന്നത് അവരിക്കാൻ നമുക്ക് ചായത്തെ സ്വീകരണം പറയാം. എങ്ങനെ മനസ്സിലായില്ല? ഏതായാലും വന്നു എന്നുറപ്പിച്ചു, ചായ കുടിച്ചു എന്നുറപ്പിച്ചു. പിന്നെ മൂപ്പര് പറഞ്ഞു, ഇനിയിപ്പോ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ബന്ധപ്പെടണ്ടേ. അപ്പൊ ഏതായാലും ജമാഅത്ത് ഇസ്ലാമിയുടെ കോഴിക്കോടുള്ള ആസ്ഥാനമായ അവരുടെ ഹീറ സെന്ററിൽ സംസാരിച്ചപ്പോ അവര് പറയുന്ന മറുപടി നിങ്ങൾ കേട്ടോളൂ. അതിന്റെ ശേഷം ഇവര് ഹീറ സെന്ററിലെ അതെ അമീർ അവിടെ എത്തിയോ? ഇല്ലല്ല, ഇരത്തിട്ടില്ല. ഞാന് ഒരു വിളിക്കുന്ന ഖത്തറിനാണ്. പത്രത്തിൽ വളരെ കൗതുകരമായ ഒരു വാർത്ത ഉണ്ട്, അതുകൊണ്ട് എന്നെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാനുള്ള ഇന്നലെ സമസ്തന്റെ പരിപാടി കഴിഞ്ഞല്ലോ. ജമാഅത്ത് നേതാക്കളൊക്കെ അവിടെ പോയി എന്നൊക്കെ കണ്ടിരുന്നു. അപ്പൊ പിന്നെ ഹലോ, ആരൊക്കെയായിരുന്നു പോയിരുന്നത്? ആരൊക്കെയായിരുന്നു പോയിരുന്നത്? അതില് NMI, MI, അത് ശരി. പിന്നെ അത് ഭയങ്കര നല്ലൊരു ചർച്ചയായിരുന്നു അല്ലേ നാട്ടില്? സൗഹാർദ്ദമായിട്ട് ഇങ്ങനെ പോയതാണ്. അത് ശരി. അങ്ങനെ പോയപ്പോ മോശമായിട്ടൊന്നും അവര് പ്രതികരിച്ചൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. അത് ശരി. വേറെ പത്രങ്ങളുണ്ട് ഏതായാലും മാധ്യമത്തിലാ? ഞാന് വേറെ പത്രങ്ങളിലേക്ക് എത്തിയിട്ടില്ല, നോക്കിയിട്ട് എത്തിയില്ല. ശരി. അങ്ങനെ ഓക്കെ. അമീർ
അമീറിനെ കിട്ടാൻ ഇപ്പൊ വല്ല ഓപ്പുണ്ട്? അമീർ മൊബൈല് ഓഫാണ്. ഇപ്പൊ കിട്ടാൻ പ്രയാസമായിരിക്കും. ശരി, അത് മീറ്റിംഗ് ലെറ്റേഴ്സ്. ഓക്കെ, ശരി, എന്നാ പിന്നെ വിളിച്ചോളൂ. ഓക്കെ. അപ്പോ സമസ്തയെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ഇപ്പൊ നിഷേധിക്കാൻ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അങ്ങനെ ആരും വന്നിട്ടുമില്ല, സ്വീകരണം കൊടുത്തിട്ടുമില്ല. പോയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ശരി, മാധ്യമം കളവെഴുതി എന്നാ ഇപ്പൊ പറയുന്നത്. പത്രം വന്നിട്ടുമില്ല, സ്വീകരണം കൊടുത്തിട്ടുമില്ല. പോയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ശരി, മാധ്യമം കളവെഴുതി എന്നാ ഇപ്പൊ പറയുന്നത്. പത്രം അത് ശരി, അവരുടെ ലീഡേഴ്സായിട്ട് ബന്ധപ്പെടാൻ പറയും. അത് ശരി. ശരി, അമീർ തന്നെ പോയത് ശരിക്കും? അല്ലെങ്കിൽ അമീറല്ല, എം ഐ പോയത്. അത് ശരി. എത്ര പേരുണ്ടോ? എം ഐ, എൻ എം, മുജീബ് സാഹിബ്, പി ഷാക്കിർ, 4 പേര്. അത് ശരി. അവരാര് സ്വീകരണത്തിന് ആരാണ്ടായിരുന്നു അവിടെ? സ്വീകരണത്തിന് പത്രത്തിലുണ്ടായിരുന്നു അവരുടെ പേര്. പിണങ്ങോട് അബൂബക്കർ മുസ്ലിയാര്, കെ മുഹമ്മദ് ഫൈസി, പി കെ മുഹമ്മദ് ഹാജി. ശരി. പകരാൻ തോന്നല്ലേ? അല്ലാതെ പ്രത്യേകിച്ച് നിഷേധിക്കാൻ ഇപ്പൊ ഒരു കാര്യം അങ്ങനെ വന്നിട്ടില്ലെന്നോ? നോക്കണ്ട, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ പറയാനുള്ളൊരു കുറവായിരിക്കും അല്ലേ? അതെ അതെ അതെ. വിശാല ഹൃദയ ഇസ്ലാമിക്ക് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള കാരണം ജമാഅത്ത് ഇസ്ലാമി പോയതല്ലേ ഇവിടുത്തെ ചർച്ച ഇപ്പോ പിന്നെ ഈ ചേളാരി സമസ്തക്കാർ ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ചു എന്നുള്ളതിലിപ്പോ പിന്നെ ചർച്ച വന്നത്. അപ്പൊ പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഇപ്പൊ കളവ് പറയുകയാണെന്ന് പറഞ്ഞാല് അത് പ്രൂഫ് ചെയ്യാൻ മാത്രമുള്ള തെളിവുകൾ കയ്യിലുണ്ടല്ലോ അല്ലേ? അതുണ്ടാവല്ലോ, കാരണം ഇവരായിട്ട് നേരിട്ട് കൈ കൊടുത്ത് സ്വീകരിച്ചതല്ലോ. ആയിക്കോട്ടെ. ഓക്കെ എന്നാ, ഇൻഷാ അല്ലാഹ്. ശരി. മാധ്യമം മലപ്പുറം എഡിഷനിലല്ലേ? അതെ, മലപ്പുറം. ഓക്കെ, നിങ്ങൾ മലപ്പുറത്തെ റിപ്പോർട്ടർ ഒന്ന് കിട്ടുമോ എനിക്ക്? മലപ്പുറം പിന്നെ ഈ സമസ്തയുടെ റിപ്പോർട്ടൊക്കെ കൊടുത്തായിരുന്നു. സമസ്തന്റെ റിപ്പോർട്ടെന്ന് പറഞ്ഞ് തിരുവങ്ങാടി കുറച്ചുകൊണ്ട് വിളിച്ചോ? അല്ല, കുഴപ്പമില്ല, ഞാൻ മൊബൈൽ വിളിച്ചോളാം. എനിക്ക് കുഴപ്പമില്ല, മൊബൈലിന് മുമ്പ് വിളിച്ചോളാം. ഞാൻ ഇപ്പൊ വിളിച്ചതെന്ന് വെച്ചാല് പിന്നെ ഇന്നലത്തെ മാധ്യമത്തില് പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാര് പിന്നെ സമസ്ത സമ്മേളനത്തിന് ആശംസ പിന്നെ അറിയിക്കാൻ പോയ റിപ്പോർട്ടുണ്ടല്ലോ, അത് ഈ സമസ്തയെ ബന്ധപ്പെട്ട ആളുകൾ നിഷേധിച്ചിട്ടാണ്. അപ്പൊ അവര് പറയുന്നത് മാധ്യമം കളവ് ചെയ്തതാണ്, അത് സത്യമല്ലാന്ന് പറയുന്നത് വാർത്ത. അപ്പൊ എന്താണ് അതില് നിജസ്ഥിതി? റിപ്പോർട്ട് ചെയ്യാൻ പോയാണ് കൃത്യമായി പറഞ്ഞൊരു കാര്യങ്ങള് ചെന്നിട്ടുണ്ട്. നിഷേധിക്കുന്നുണ്ടാവും. ചെന്നിട്ടുണ്ട്. IPHന്റെ സ്റ്റാള് വരെ ആണുണ്ട്. അതെന്നെ സംസ്ഥാന നേതാവ് ഉദ്ഘാടനം ചെയ്തത്. IPHന്റെ സ്റ്റാളുണ്ട് ജമാഅത്തിന്റെ IPH. IPHന്റെ സ്റ്റാള് അത് ഉദ്ഘാടനം ചെയ്ത അടുത്ത ഒരു നേതാവില്ലേ സമസ്തന്റെ. പിന്നെ അവര് നിഷേധിക്കുന്ന നിഷേധിച്ച് പത്രക്കുറിപ്പ് നടത്തിയിട്ടില്ലല്ലോ. അത് ശരി. അല്ലല്ലോ വിളിച്ച് പിന്നെ നമ്മള് നമ്മളന്ന് പിന്നെ സന്ദർശിച്ചു എന്നുള്ള വാർത്ത വന്ന പത്രം വൈകുന്നേരം ആ സപ്ലിമെന്റ് ഇറക്കിയിട്ട് 5000 കോപ്പി സമ്മേളന പിന്നെ നഗരി നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറക്കിയിട്ട് വൈകുന്നേരം. മലയാളം വൈകുന്നേരം സ്പെഷ്യൽ എഡിഷൻ ഇറക്കിയിട്ട് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് വൈകുന്നേരം 3 മണിക്ക്. 5000 കോപ്പി. കോപ്പി വിതരണം ചെയ്ത് മുഴുവൻ നമ്മള് ഈ ഗ്രൗണ്ടിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്രസമ്മേളനത്തിൽ വേദിയിലിരിക്കുന്ന നേതാക്കൾക്ക് അടക്കം നമ്മൾ കൊടുത്തതാണ്. അബദ്ധം. അങ്ങനെയാണെങ്കിൽ അവര് അതില്ല എങ്കിൽ ആ പത്രം വിതരണം ചെയ്യാൻ സംബന്ധിക്കും. ശരിയാണ്. അതിന് IPHന്റെ സ്റ്റാൾ ഉദ്ഘാടനത്തിലെ ഫോട്ടോയുള്ള വാർത്തയുണ്ട്. ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ സമ്മേളനം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ വേദിയിൽ നിൽക്കുന്ന അമ്മയോ വൈകുന്നേരമുള്ള
പിന്നെ നിയമനത്തിന് ശേഷം നടക്കുന്ന സെക്ഷനിലും വിതരണം ചെയ്തിട്ടുണ്ട്. അത് ശരി. അത് വേദിയിലും കിടന്നിട്ടുണ്ട്. വേദിയിൽ ഇരിക്കുന്ന എല്ലാ സമസ്ത നേതാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അത് ശരി. ആയും കൊടുത്തിട്ടുണ്ട്. 5000 കോപ്പികൾ വിതരണം ചെയ്തത്. അത് ശരി. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ കൈകാര്യം ചെയ്യൂല, വിതരണം ചെയ്യുന്നതാണ്. അതെ 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 ശരി. അതിന്റെ ഒരു രീതിയില്ല. അതെ അതെ പിന്നെ അതിന്റെ പിന്നെ അതില്ലാന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പ് വരെ ഇറങ്ങിയിട്ടില്ല. അതെ 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 അതെ. കൂടുതൽ അതിലെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ റിപ്പോർട്ട് ചെയ്തും കേരള നമ്പറാണ് തരാൻ ചീഫാണ് റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് വന്നിരുന്നു എന്തൊക്കെ നടന്നു അയാൾ പറയും. മൂപ്പര് നമ്പറൊന്നും കിട്ടിയല്ലോ ഉപകാരം. 99. ഈ സമസ്തയുടെ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടിങ്ങല്ലേ കൊടുത്തത്? പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു അന്ന് പിന്നെ പോയത് അവിടെ? പിന്നെ ഇവരിപ്പോ പറയുന്നത് ആരാ വിളിച്ചത്? ആരാ വിളിക്കുന്നത്? ഞാൻ ഗൾഫിൽ നിന്ന് വിളിക്കാണ്. ഞാന് പിന്നെ ഇത് ചോദിക്കാനുള്ള കാരണം വെച്ചാല് പിന്നെ പത്രത്തിൽ ഞാൻ കണ്ടു, പക്ഷെ സമസ്തയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അത് നിഷേധിക്കാണിപ്പോ. ആദ്യമോ അവര് പറയുന്ന ഫോട്ടോ നമ്മുടെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. മാധ്യമ പത്ര കളവ് പറഞ്ഞാണ് പറഞ്ഞിപ്പോ. അല്ലല്ല, അവര് MI അബ്ദുൽ ലത്തീഫ് ഉണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയായിരുന്നു പോയത്? പിന്നെ മുജീബ് റഹ്മാനുണ്ട്. പിന്നെ വേറെ 5 പേരുണ്ട്. സ്വീകരിക്കാൻ ആരൊക്കെ ഇരുന്നുണ്ടായിരുന്നേ? മുഹമ്മദ് ഫൈസി. പിന്നെ പിണങ്ങോട് അബൂബക്കർ സാഹിബ്. ഓക്കെ, പിണങ്ങോട് സാഹിബ്. പിന്നെ അവര് രണ്ടുപേരും. പിന്നെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ അവരുടെ മുഷാവറയിലെ അതിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും എനിക്ക് അങ്ങനെ പരിചയമില്ല, അറിയില്ല. അത് ശരി. അതുപോലെ ആളുകൾ അറിയപ്പെടുന്ന നേതാക്കന്മാർ 2 പേരും ഉണ്ടായിരുന്ന ഇവരാണ്. അത് ശരി. പ്രശ്നം അത് ഇവരുടെയൊക്കെ പടങ്ങളും നമ്മുടെ അടുത്തുണ്ട്. ആരെ ഈ ഇത് സ്വീകരിക്കുന്നതും നമ്മുടെ പരിസ്ഥിതി എല്ലാവരും നിൽക്കുന്നത്, പെണ്ണുങ്ങളോട് എല്ലാവരും സ്വീകരിക്കുന്നത്, ഇതൊക്കെ പണം കൊണ്ട് കഴിയുന്നുണ്ട്. നമ്മൾ പണം വേണ്ട കൊടുക്കാതിരുന്നത്. അത് ശരി. അത് പിന്നെ നിങ്ങൾ പോയതിന്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലായിരുന്നോ? അവരോട് ഞാൻ സൂചിപ്പിച്ചിരുന്നത് ഇങ്ങനെ ഇവര് വരുന്നുണ്ട്, നാളെ വന്നിട്ട് നല്ല കാര്യമില്ലെന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ നിങ്ങൾ ആദ്യം പിന്നെ സൂചിപ്പിച്ചതിന് ശേഷമാണ് ഇവര് വന്നതല്ലേ? അതായത് ഇവര് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്, വരട്ടെ നല്ലവൻ തന്നെ പറഞ്ഞു. അവർ വന്നു സ്വീകരിച്ചു. അവരവിടുന്ന് പിന്നെ തണ്ണിമത്തന്റെ വെള്ളം കുടിച്ച് വർത്താനം പറഞ്ഞു 10-20 മിനിറ്റ് എടുത്തിട്ടാ പോയത്. അത് ശരി. അപ്പൊ അല്ല, ഈ പെട്ടെന്ന് നിഷേധിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ പത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടെന്ന്. അല്ല, സംഭവം ശരിയാണ്. അത് ശരി. അത് IPHന്റെ സ്റ്റാൾ അവിടെ പിന്നെ സമ്മേളനാവരിയിൽ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അത് ആരെ ഉദ്ഘാടനം ചെയ്തിരുന്നു? അതിനെ പറ്റിയുള്ള വല്ല റിപ്പോർട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ? അവിടെ ഉള്ള ആളാണ്. അവിടെ പിന്നെ അവരുടെ കാര്യമല്ല. അപ്പൊ എവിടേക്കോ ആരാണ് പിന്നെ അതെനിക്ക് ആരെ ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ എടരിക്കോടുള്ള ഒരാളാണ്. എടരിക്കോടല്ല, പൂജാട്. അത് ശരി. മറ്റുള്ള സ്റ്റോളുകൾ ഉണ്ടായിരുന്നു അതില്? പിന്നെ മുജാഹിദുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോളുകൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, അവരുടെ ഒന്നുമില്ല. ആകെ IPHനുണ്ടായിരുന്നേ? ഇത് IPH ഉണ്ടായിരുന്നു. IPHനുണ്ടായിരുന്നു. മാധ്യമത്തിനുണ്ടായിരുന്നു. മാധ്യമ സ്റ്റാള് അവരുടെ കോമ്പൗണ്ടിന് മുന്നിലായിരുന്നല്ലോ. ആദ്യത്തെ നമ്മുടെ ആയിരുന്നു. അതിനൊന്നും അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. ശരി. ഞാൻ ജസ്റ്റ് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് പിന്നെ ഒന്ന് ഇമെയിൽ ചെയ്യാൻ പറ്റുമോ? ഫോട്ടോ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം. തരില്ല. അല്ല, നിങ്ങളെ വിശ്വാസമില്ലായിട്ടല്ലേ, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം. അതായത് അത് തരില്ല. അത് പിന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കാനോ വേറെ ആർക്കോ കൈമാറാനോ എടുത്തല്ല. അത് ശരിയാ. ചോദിച്ചതിന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. അല്ല, അതിനെന്താ കുഴപ്പമുണ്ടോ വേണ്ട. ഞാൻ നിങ്ങൾ നിർബന്ധിച്ചല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ചോദിച്ചാണ്. നിങ്ങൾ പിന്നെ ഫോട്ടോ വേണ്ട. അത് നാട്ടുകാര് കാണേണ്ടതായിരുന്നെങ്കിൽ നമ്മളെന്ന് കൊടുത്തേനല്ലോ. അത് ശരി. പിന്നെ നാട്ടുകാർ കാണുന്നതിന് ഇത്ര കുഴപ്പം? പിന്നെ അല്ല, അതല്ല, അത് പിന്നെ കൊടുക്കേണ്ടതില്ലാന്ന് അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അത് ശരി. ഓക്കെ, എന്നാ ഞാൻ ചോദിച്ചപ്പോൾ ഉദ്ദേശിച്ചില്ല. ഏതായാലും ചോദിച്ചതിൽ ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കുക. അതൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഈ കാര്യം ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ പത്രത്തിൽ കൊടുത്തു. പത്രത്തിൽ വന്നതാണ്. അത് ശരി. അല്ല, പെട്ടെന്ന് പത്രത്തിൽ
അങ്ങനെ ആ പത്രത്തിൽ കണ്ടു. അപ്പൊ പത്രത്തിൽ കണ്ടപ്പോ ഇവിടെ നമ്മളെ ഫ്രണ്ട്സിനിടയിൽ ഒരു ടോക്ക് ഉണ്ടായി. അപ്പൊ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോ പിന്നെ അത് ശരി. അല്ലാതെ അതിനിപ്പോ നിഷേധിക്കാതെ പ്രൂഫ് ചെയ്യാനുള്ള തെളിവുകളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഓ അത് നമ്മൾ നിങ്ങൾക്ക് വരുന്നില്ല, അത് വേണ്ടവർക്ക് കൊടുക്കും. അല്ല എനിക്ക് തരണ്ട സാറേ. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നുള്ളൂ. അത് നിങ്ങൾ കളവ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പ്രൂഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടോന്ന് ചോദിച്ചു. എനിക്ക് തരാൻ വേണ്ടിയല്ല. ഓക്കെ എന്നാ ശരി, താങ്ക് യു. അപ്പൊ പോയിന്ന് സ്ഥിരപ്പെട്ടു, പോയ ആൾ അവിടെ ഇരുന്നെന്ന് സ്ഥിരപ്പെട്ടു, ഇരുന്ന ആള് കുടിച്ചത് ജ്യൂസാണെന്ന് സ്ഥിരപ്പെട്ടു, 20 മിനിറ്റിലധികം സംസാരിച്ചെന്ന് സ്ഥിരപ്പെട്ടു. ഒക്കെ നടന്നു. ഇനിയിപ്പം വളരെ പ്രധാനപ്പെട്ട അവസാന ഭാഗത്തേക്ക് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അതുപോലെ തന്നെ മാധ്യമം പത്രത്തിന്റെ റിപ്പോർട്ടറാണ് നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചതെങ്കിൽ ഇനിയിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ അങ്ങേ തലയിലുള്ള നേതാവ് സാക്ഷാൽ ആരിഫ് അലി എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറാണ്. സമസ്തയിലെ ചേളാരി വിഭാഗക്കാരുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം സുഹൃത്തുക്കളെ. ആരിഫ് അലിയുടെ ദുആയും ആലിക്കുട്ടി ഫൈസിയുടെ ആമിയും പറച്ചലും ഒക്കെ എല്ലാവരും കേൾക്കട്ടെ. ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ ചേളാരി സമസ്തയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഇതാ ഇൻഷാ അല്ലാഹ് നമ്മൾ SGVയിലൂടെ തകർക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. മൈക്ക് റിലീസ്. അമീറിന് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ നേരിട്ട് ബന്ധമുണ്ടോ? എനിക്ക് നേരിട്ട് ബന്ധവും ഉണ്ടായിട്ടില്ലാത്ത ഏകദേശം നേതാവെന്ന് പറയാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ തീർച്ചയായും ഇത് പറയാൻ കാരണം വെച്ചാല് പിന്നെ ഇവർ പറയുന്നതിൽ വല്ല ആത്മാർത്ഥത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. അദ്ദേഹം ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നേരിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നേ? ഞാൻ നേരിട്ടങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. നിലനിർത്തി ബാക്കി എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. ഷിഹാബുദങ്ങളുമായിട്ടുണ്ട്, പോയിട്ടുണ്ട്, ചെറുശ്ശേരിയായിട്ടുണ്ട്, അലിക്കുട്ടി മുസ്ലിയാരായിട്ടുണ്ട്, കാളമ്പാടിനടുത്ത് ബന്ധപ്പെട്ടുണ്ട്. ശരി. ഇവരൊക്കെ പറയുന്നത് പോലെ പിന്നെ നിങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവാണല്ലോ. അപ്പൊ ഇവര് സാധാരണ ഇവരെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് സലാം ചെല്ലാൻ പാടില്ല, പിന്നെ അവരൊക്കെ പുത്തൻവാദികളാണെന്നുള്ള നിലപാടാണല്ലോ. അപ്പൊ ഇവരൊക്കെ അമീറിന് സലാം ചെല്ലുക നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല, ഒരു പ്രശ്നമില്ല. അതായത് ഈ പറയുന്നത് സലാം ചെല്ലാറുണ്ട്, മടക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, സൗഹൃദം പങ്കിടാറുണ്ട്. ശരി. ഇന്നലെ സമസ്തയുടെ സമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ 2-3 നേതാക്കന്മാരെ ഞാൻ പറഞ്ഞിരുന്നു. അവര് അവിടെ പോയി മറ്റൊരു വളരെ സന്തോഷകരം സ്വീകരിച്ചു. പിന്നെ വർത്താനം പറഞ്ഞ് ഞാനിങ്ങനെ 5 ദിവസം വരെ വിളിച്ചു. ഇന്ന് ധാരാളക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയായതുകൊണ്ട് അത് വളരെ നന്നായി നടത്താനും അതുപോലെ അപകടങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടാറുണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, അരക്ക് വരുന്നു, അരക്ക് പോകുന്നു എന്നൊക്കെ വിഷയങ്ങൾ നടക്കുന്നു. ആ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നേതൃതലത്തിൽ. അലിക്കുട്ടി മുസ്ലിം അദ്ദേഹം വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരുമിച്ച് പിന്നെ ഹജ്ജ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അല്ല, ഇവരാണ് ഈ പറയുന്ന തരത്തിൽ ചെറുശ്ശേരിയും ഒക്കെ പിന്നെ അമീറിന് സലാം മടക്കുന്നൊക്കെ തന്നെയാണ്. അദ്ദേഹം കൊണ്ടോട്ടിയാണ്. ഞാൻ എന്റെ പ്രധാന പ്രവർത്തന മേഖല കൊണ്ടോട്ടിയാണ്. എന്റെ ഫാദറുകൾ അദ്ദേഹം ഒരുമിച്ച് പഠിച്ചതാണ്. ശരി. ഫാദർ അങ്ങനത്തുള്ള ബന്ധങ്ങൾ. അപ്പൊ ഇതെല്ലാം സാധാരണ ഈ പിന്നെ മുസ്ലിം എല്ലാ റമദാനിലും ഇവർക്കൊക്കെ പിന്നെ ഈ പട്ടയത്തിന്റെ ഒരു കിറ്റ് കൊടുത്തേക്കാറുണ്ട്. ശരി. സൗദി അറേബ്യയിൽ നിന്ന് ഈത്തപ്പഴം കൊടുക്കും. പിന്നെ നമ്മുടെ പ്രവർത്തകർക്ക് അയക്കും. അവർ 100 മുസ്ലിം നേതാക്കൾക്ക് കൊടുത്തയക്കും. സന്തോഷവും സ്വീകരിക്കും. നന്ദി വാർത്തകളായും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ പിന്നെ ഈ കാന്തപുരത്തിൽ ഇത്തരത്തിൽ തന്നെ ഞങ്ങൾ ബന്ധം ഉണ്ടായിട്ടില്ല. അതെന്ന് വെച്ചാൽ അവർക്കൊരു പ്രശ്നമാണ്. നമ്മളായിട്ട് സംസാരിച്ചു എന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവര്
അസ്സലാമലൈക്കും. എന്താ ഷെർഫ് മൈക്ക് പോയതാ? ബാക്കി കൂടി ഹലോ, ബാക്കി ഇപ്പൊ ഇടുന്നില്ലേ ഷെർഫു? മഞ്ചാടി ഒന്ന് ഫസ്റ്റ് കഴിഞ്ഞോ? ഷെർഫിനെ ഒന്ന് മൈക്കിലേക്ക് ഒന്ന് പറയൂ, എനിക്ക് വിഷയം മനസ്സിലായില്ല. അപ്പൊ ഏതായാലും സഹോദരന്മാർ ഇപ്പൊ നിങ്ങൾ കേട്ടു. ഷെർഫു റീസൈൻ ചെയ്തോ. അപ്പോ സമസ്തയുടെ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ദുആ ചെയ്യാണ്. മറുഭാഗത്ത് സമസ്തയുടെ സമുന്നതനായ ഒരാള് ആമീൻ വിളിക്കുകയാണ്. എന്തൊരു യോജിപ്പാണ്. റമളാനിൽ കിറ്റ് കൊടുത്തയക്കാറുണ്ട് ഇൻഷാ അല്ലാ. എന്നിട്ട് ഷെർഫിന്റെ മൈക്കിലേക്ക് വരും. പ്രശ്നങ്ങളും യോജിക്കാവുന്നതാണ്. പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങളും യോജിക്കാവുന്നതാണ്. അമീറോട് ഞാൻ ഇപ്പൊ ചോദിക്കാൻ കാരണം വെച്ചാല് പിന്നെ ഇത് ഇപ്പൊ അമീർ അടക്കമുള്ള ആളുകൾക്ക് ഇവർക്ക് സലാം ചെല്ലുന്നുണ്ട്. ഇവരുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഇത്തരം വാദങ്ങൾ എടുത്തു മാറ്റില്ല നല്ലത്. അത് സുന്നി വിഭാഗം എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ. അതെ അതെ അതെ. നിലനിൽക്കുന്നത് വിഭാഗം നിലനിൽക്കുന്നത് പിന്നെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങൾ മുസ്തഖീകളാണ്. സുന്നി പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ നിലനിൽക്കുന്നത്. ആ നിലനിൽക്കുന്നതിന്റെ അസുഖം അവരുടെ പാഠപുസ്തകത്തിന് അവരുടെ ബേസിക് ലിറ്ററേച്ചറിന് എവിടെയെങ്കിലും വേണം. അതുകൊണ്ട് അതവിടെ നിലനിർത്തുകയാണ്. ഈ ചോദ്യം നമ്മളെന്നെ അവരോട് ചോദിച്ചതാണ്. നമ്മൾ ഇത്രയും സൗഹൃദമാണ് നമ്മളവരോട് ആവശ്യപ്പെട്ടത്. നമ്മളെ മുസ്ലിം സൗഹൃദത്തിന്റെയും പൊതു പുറമെയുള്ള ആളുകളുണ്ടല്ലോ ഇങ്ങനെ എതിരായി ശത്രുത വെച്ച് പുലർത്തുന്നത്. അപ്പൊ ഈ ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ഈ പുസ്തകത്തിലും പാഠഭാഗം നീക്കിയാൽ പുതിയ തലമുറയിൽ വളർന്നു വരുന്ന തലമുറയിൽ ഈ അലർജി ഒഴിവായി കിട്ടുമല്ലോ. ആ കുറെ കൂടി സൗഹൃദത്തിൽ നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ എന്നുള്ള ചോദ്യത്തിൽ അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ സൗഹൃദമൊക്കെ വേറെയാണ്. അതേ തരത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള നിലപാട് മുസ്തഖീകൾ എന്നതാണ്. ആ മുസ്തഖീകൾ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള നിലപാട് നിലനിൽക്കുന്നത് കൊണ്ടാണ് സുന്നി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നത്. ആ നിലപാട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയൊക്കെ വായില്ലേ. അയാളുടെ ഒരു അടിസ്ഥാനമാണ്. ഇതാണ് ചെറുശ്ശേരി പറഞ്ഞാൽ അത് നേരത്തെ മുമ്പ് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ചെറുശ്ശേരി പഠിച്ചിരുന്നോ താങ്കള്? ചെറുശ്ശേരിയെ ഞാൻ പഠിപ്പ് കണ്ടിട്ടില്ല. പഠിപ്പ് കണ്ടിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ഈ വിഭാഗത്തിലുള്ള ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു അലർജി ഇല്ല? അപ്പൊ ഈ പറയുന്ന ഈ വിഭാഗത്തിലുള്ള ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു അലർജി ഇല്ല എന്നാണ് ഇപ്പൊ താങ്കൾ പറയുന്നത്? അലർജി ഇല്ലാന്നല്ല. അതായത് നമ്മള് മുജാഹിദ് ജമാഅത്തിനോടുള്ള അവരുടെ ശത്രുത ഉണ്ട്. അത് ഇപ്പൊ തന്നെ നടക്കുന്ന സമ്മേളനത്തിൽ അത് ഓരോ പ്രസംഗങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അത് ജനങ്ങള് പിന്നെ കണ്ടുപൊടിയിടാനുള്ളൊരു പിന്നെ രംഗാന്ന് ഞാൻ മനസ്സിലാക്കുക. അതേ അവസരത്തിൽ തന്നെയാണ് അതേ വന്നുകൊണ്ടിരിക്കെ തന്നെയാണ് നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മളതേ ആ യോഗത്തിൽ പോകുന്നത്, അവരുമായി സൗഹൃദം പുലർത്തുന്നത്, അവരുടെ കൂടെ ഇരുന്ന് എങ്ങനെ നേതാക്കളുടെ കൂടെ ഇരുന്ന് എങ്ങനെ നേതാക്കൾ വിഷമം കഴിച്ചു ഇട്ടാണ് അവിടുന്ന് പോകുന്നത്. അവരെ സന്തോഷം സ്വീകരിച്ചു. അത് ശരിയാ. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതുള്ളത് അടക്കം തന്നെയാണ്. അമീർ ഷാൻ ഉണ്ടായിരുന്നു അവിടെ പരിപാടിക്ക്? ക്ഷണമൊന്നുമില്ല. അല്ല, പിന്നെ അവിടെ പങ്കെടുക്കാൻ അവർക്ക് കഴിയില്ല. എടുക്കാൻ കഴിയില്ല. നമ്മുടെ പരിപാടിക്ക് അവർക്ക് വരാൻ കഴിയില്ല. അല്ല, അവിടെ പങ്കെടുത്തു എന്ന് പറഞ്ഞ ഇത് പരിപാടി മനസ്സിലായില്ല. അല്ല, അത് നമ്മൾ ഇതിനുവേണ്ടി പോയതാണ്. അതായത് വെറുതെ ഒരു സൗഹൃദം പങ്കിടാൻ വേണ്ടി പോയതാണ്. അത് ശരി. നമ്മൾ 2-3 ആളുകളെ പറഞ്ഞയച്ചതാണ്. ഞാൻ പോയിട്ടില്ല. അത് ശരി. ആരും ചെറുശ്ശേരി മുസ്ലിം നമ്മളെ അസിസ്റ്റന്റ് അമീർ എന്ന ഫീസായിരുന്നു. ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ടി മുജീബ് റഹ്മാൻ. ഈ ആളുകൾ 2 പേരും പിന്നെ കുറച്ച് കൂടി അവിടെ പോയി. രാത്രി ഞാൻ ആരോഗ്യത്തിനെ വിളിച്ചു. നിങ്ങളുടെ സമ്മേളനത്തിന് വളരെ ഭാഗങ്ങൾ നേരുന്നു. നിങ്ങളെ ലക്ഷക്കണക്കിന് ആളുകൾ എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപകടങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് കഴിയാൻ വേണ്ടി എല്ലാവരും ഇതിന്റെ പരിസ്ഥിതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം വാങ്ങി നിന്ന് വരുന്നു.
പക്ഷെ ഈ ബന്ധം കാന്തപരവുമായി വ്യക്തിപരമായിട്ട് ഇരിക്കില്ല. ബാക്കിയെല്ലാവരുമായിട്ടുണ്ട്. പറയേണ്ടി വന്നു കാന്തപുരവുമായി അല്ലെങ്കിൽ ആ വിഭാഗവുമായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ തടുക്കാൻ തന്നെ പേടിയാന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സുന്നത്ത് ജമാഅത്ത് എവിടെയാണ് ആദർശം, എവിടെയാണ് ആമാശയം എന്ന് വളരെ വ്യക്തമാകുന്ന രൂപത്തിൽ മാഷാ അല്ലാഹ് വ്യക്തമാക്കി തന്നിരിക്കുന്നു. ചേളാരിക്കാരെ, നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞിട്ട് അഹ്ലുസുന്നയുടെ പേരും പറഞ്ഞിട്ട് ഇനി മേലാല് സമൂഹത്തിന്റെ ഇടയിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ട. ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദിനെ നേരത്തെ നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ ആ വല്ലാത്ത അവസ്ഥ അദ്ദേഹം പറഞ്ഞു, ദയവ് ചെയ്തിരുന്നു അത്തരം വിഷയങ്ങളിൽ എന്നോട് ചോദിക്കരുത്. അദ്ദേഹത്തിന്റെ ആ വല്ലാത്ത ഒരു വിഷമം, അദ്ദേഹത്തിന്റെ നിസ്സഹായ അവസ്ഥ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ സംസാരം കണ്ടപ്പോ തോന്നിയത് മിക്കവാറും എങ്ങനെയാണോ അസ്ഹരി തങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് അതിനേക്കാൾ പ്രയാസപ്പെട്ട് അദ്ദേഹവും അവിടുന്ന് ഇറങ്ങേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ചേളാരി വിഭാഗത്തിലുള്ള സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വിദ്വേഷം വേണ്ട, വൈരാഗ്യം വേണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഇത് കൽബ് തുറന്ന് ചിന്തിക്കാൻ ബുദ്ധി അള്ളാഹു ഇപ്പൊ തന്നിട്ടുള്ള എസ്കെക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ വേണ്ടി മാത്രമേ നമ്മളിപ്പോ ഇവിടെ ഈ വിഷയം ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഒരാളെയും ചെറുതാക്കലോ ഒരാളെയും വലുതാക്കലോ ഒരാളെയും നിസാരപ്പെടുത്തലോ നമ്മുടെ ലക്ഷ്യമല്ല. അല്ലാഹു റസൂലുഹു അഹഖു അൻ യുർലൂഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അള്ളാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പൊരുത്തമാണ് നിങ്ങൾ തേടേണ്ടത്. കാരണം പലപ്പോഴും ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ വൈകുന്നേരവും അതുപോലെ തന്നെ ഉച്ച സമയത്തൊക്കെ വിളിച്ചാലും ഈ വിഭാഗം ആളുകൾ ഉസ്താദിനെ ആളുകളെ വികാരം കൊള്ളിക്കാൻ വേണ്ടി നട്ടപ്പാതിരാക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നെന്ന് പച്ചക്കള്ളം പറയുന്ന SKSSFകാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന ലാ ഹദമിൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന ലാ ഹദമിൽ ഇസ്ലാം. വല്ലവനും ബിദ്അത്തുകാരനെ സഹായിച്ചാൽ, ബിദ്അത്തുകാരനെ പിന്നെ സ്നേഹിച്ചാൽ, ആ നിലക്ക് അവരുമായി സമ്പർക്കം പുലർത്തിയാൽ, ആ സമ്പർക്കം അത് നിങ്ങൾ ചേളാരിയുടെ ആലയത്തിൽ വന്ന് ജ്യൂസ് കൊടുത്താലോ അല്ലെങ്കിൽ ചായ കാച്ചി കൊടുത്താലോ, ബിദ്അത്തുകാരുമായിട്ട് സഹവസിച്ചാൽ, അവരുമായിട്ട് നല്ലൊരു ബന്ധം നിങ്ങൾ തുടർന്നാൽ ഫഖദ് ആന ലാ ഹദമിൽ ഇസ്ലാം, ആ വിഭാഗം പിന്നെ പരിശുദ്ധ ഇസ്ലാമിനെ തകർത്ത ആളുകളാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരാശയം. അതുപോലെ തന്നെ മൻ അഹ്ദസ ഔ ആവാ മുഹ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അള്ളാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് മൻ അഹ്ദസ, വല്ലവനും പുത്തൻവാദിയായി മാറിയാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദിക്ക് അഭയം കൊടുക്കുന്നവനായി തീർന്നാൽ, അവരുമായി സഹവസിക്കുന്നവനായി തീർന്നാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ലഅനത്ത്, പിന്നെ മലക്കുകളുടെ ലഅനത്തുണ്ട്, അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളുടെയും ലഅനത്തുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ പണ്ഡിതനും ഈ വിഭാഗം ചേളാരിക്കാരിന്ന് വെച്ച് പുലർത്തുന്ന ആശയം വെച്ച് പുലർത്താൻ ലോകത്തൊരൊറ്റ ഇമാമും പഠിപ്പിച്ചിട്ടില്ല സഹോദരന്മാരെ. അത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങളായാലും അതുപോലെ തന്നെ ഏത് ഇമാമായാലും മഹാനവറുകൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചില്ലേ, വത്തിഫാഖുസ് സലഫിൽ ഉമ്മ, സഹാബത്തിന്റെ ഇജ്മാ ഉണ്ട്, ഏകോപനമുണ്ട്, അലാ ദമ്മിൽ മുബ്തദാത്തി, മുബ്തദീങ്ങളെ എതിർക്കണമെന്ന വിഷയത്തിൽ, വമുഹാജറതിഹിം, അവരെ എല്ലാ മേഖലകളിലും കൈവിടിയണമെന്നുള്ള കാര്യത്തിൽ, വഖതഇ സുഹ്ബതി മഅഹും, അവരുടെ കൂടെയുള്ള സഹവാസം മുറിക്കണമെന്ന പേരിലും, വതസ്ദീദിൽ ഇൻകാരി അലൈഹിം, അവരുടെ മേലിൽ ശക്തമായ ഇൻകാറ് കൈക്കൊള്ളണം, നടപടി സ്വീകരിക്കണം എന്നതിന്റെ പേരിലും മുസ്ലിങ്ങളുടെ സഹാബത്തിന്റെ ഇജ്മാ ഉണ്ട് എന്നത് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ച ആശയം. അതുപോലെ തന്നെ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അമ്മൽ മുബ്തദി വൽ ഫാസിഖു ഫയംബഗി അല്ലാ യുസല്ലമ അലൈഹിം വലാ യുറദ്ദ അലൈഹിമുസ്സലാം,
പുത്തൻവാദിക്ക് സലാം ചൊല്ലാനും അതുപോലെ തന്നെ പുത്തൻവാദി ചെല്ലുന്ന സലാം മടക്കാനും പാടില്ല എന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ച ആശയം ഈ ഇമാമിങ്ങളെ മുഴുക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തേരാളികളാണ് ഞങ്ങളെന്ന് വീമ്പളക്കിയിട്ട് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേര് തന്നെ ഈ നഗരിക്ക് സ്ഥാപിച്ചിട്ട് ആ നഗരിയിൽ ബിദ്അത്തുകാരനെ സ്വീകരിച്ചുകൊണ്ട് ചായയും അതുപോലെ തന്നെ കുമ്പളങ്ങ വെള്ളവും കൊടുത്ത എസ്കെക്കാരാ, നിങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ മാപ്പ് നൽകില്ല. കാരണം നിങ്ങൾ ഇമാമിയങ്ങളെ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ സുന്നി സമൂഹത്തെ നിങ്ങൾ പിഴപ്പിക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇലാ യൗമിൽ ഖിയാമ വരെ അത് നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം നിങ്ങളുടെ കപടമുഖങ്ങളും ഇവിടെ വലിച്ചു ഞങ്ങൾ കീറുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഒരു മുബത്തദിയായ മനുഷ്യൻ ദുആ ചെയ്യുകയാണ് സമസ്തയുടെ സമ്മേളനം വിജയിപ്പിക്കണേന്ന്, മറുഭാഗത്ത് സമസ്തയുടെ ആ മെമ്പർഷിപ്പുള്ള അതിൽ മുശാവറയിലുള്ള മറ്റൊരാൾ ആമീൻ വിളിക്കുന്ന ഒരു ഗതികേടുണ്ടെങ്കിൽ ഈ ചേളാരി വിഭാഗത്തിനല്ലാതെ ലോകത്ത് പിന്നെ മറ്റൊരു പണ്ഡിതനും കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. 85 വർഷത്തെ സമസ്തയുടെ പാരമ്പര്യം എടുത്തു നോക്കിയിട്ട് ഇത്തരം ഒരു മുബത്തദിയായ മനുഷ്യൻ ദുആ ചെയ്തപ്പോ ആമീൻ വിളിക്കേണ്ട ഗതികേട് സമസ്തയുടെ ചരിത്രത്തിൽ ഒരൊറ്റ പണ്ഡിതനെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ വെല്ലുവിളിക്കാണ് ചേളാരിക്കാരോട്. ഇത് പറഞ്ഞത് ഏതെങ്കിലും സനദില്ലാത്ത വ്യക്തിയല്ല. കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആമീൻ